മിക്ക കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ് ഫിസിക്സ് അവർക്ക് ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെന്നുള്ളത്. ശരിക്കും ഫിസിക്സ് ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണോ? ഒരിക്കലും അല്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഫിസിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കുട്ടികൾ അങ്ങനെ ടഫ് എന്ന് പറയാനുള്ള ഒരു കാരണം അവർക്ക് ബേസ് അല്ലെങ്കിൽ എന്താണ് ഫൗണ്ടേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. ശരിക്കും ഒരു 7th മുതൽ ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫിസിക്സിന്റെ ബേസിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 8th വരുമ്പോൾ ബേസിക്സ് ക്ലിയർ ആയിട്ടും വരുന്നുണ്ട്. കംപ്ലീറ്റ് ബേസിക്സ് 8th വരുന്നുണ്ട്. അപ്പം 8th 9th ഒക്കെ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ സാധാരണ കുട്ടികൾ സാധാരണയായിട്ട് ചെയ്യുന്ന കാര്യം തന്നെ വെറുതെ പഠിച്ചു പോകും. അതായത് എക്സാമിന് വേണ്ടി മാത്രം, എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രം അങ്ങ് പഠിച്ചു പോകും. അത് വളരെ എന്താണ് ഒരു തെറ്റായ ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് കോൺസെപ്റ്റ് ക്ലിയർ ആക്കി എടുക്കുക എന്നുള്ളത്. അത് നമുക്കറിയാം എന്താണ് നമ്മുടെ സയൻസ് സബ്ജക്ട് ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും എന്താണ് നമ്മുടെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ? അതറിയാലോ. അതായത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും അല്ലെ, പല കാര്യങ്ങളും ഇങ്ങനെയാണ് ഈ 3 സബ്ജക്റ്റുകളും അല്ലെങ്കിൽ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കിയേ, കണക്ട് ചെയ്തുകൊണ്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു നോക്കിയേ, ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കലും 10th വരുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ് ഒരിക്കലും ടഫ് ആയിട്ട് തോന്നിയല്ല. അപ്പം 8th മുതലേ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു പോവുക. കാരണം 8th കണ്ടിന്യൂവേഷൻ ആണ് നിങ്ങൾക്ക് 10th വരുന്ന ഫിസിക്സ്. ഓൾമോസ്റ്റ് ചാപ്റ്റേഴ്സും എല്ലാം എന്താണ് 8th കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ 9th കണ്ടിന്യൂവേഷൻ വരുന്നത് 11th വരുന്നത്. അപ്പം ആ ഒരു ബേസ് നിങ്ങൾ പഠിക്കുന്നില്ല. ചിലപ്പോൾ 11th വരുമ്പോൾ അല്ലെങ്കിൽ 12th വരുമ്പോൾ 10th വരുമ്പോഴായിരിക്കും നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. ഒരിക്കലും ഇനി വരുന്ന കുട്ടികളെങ്കിലും ആ ഒരു രീതിയിൽ പോകല്. അതായത് കൃത്യമായിട്ട് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസ് പഠിച്ചു പോവുക. അതെന്താണ് കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. കോൺസെപ്റ്റ് ക്ലിയർ ആക്കി കഴിയുമ്പോൾ ഒരു ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ അതിലെ ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതവിടെ ഒരു സ്കില്ലാണ് അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രമേ ഉള്ളൂ ഇനിയുള്ള വർഷങ്ങളിൽ എക്സാംസ് ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകില്ല, ടഫാന്നൊക്കെ പറയും. അതിന്റെ പ്രധാന കാരണം എന്താണ്? നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്ത് അതിൽ നിന്നുണ്ടാവുന്ന ആൻസർ എങ്ങനെയാണ് എഴുതുന്നുള്ള ഒരു സ്കിൽ അവിടെ ഉണ്ടാവുന്നില്ല. ആ സ്കില്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്? ബേസിക്സ് തറവായിരിക്കുക, കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കുക. ആ കോൺസെപ്റ്റ് ഏതൊക്കെ രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ആലോചിക്കുക. ആ ഒരു രീതിയിൽ വേണം ഇനി മുന്നോട്ടുള്ള പഠനം കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന കുട്ടികളെ 8, 9 പഠിക്കുന്ന കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അവിടെ ഉപേക്ഷിക്കാനുള്ളതല്ല, നിങ്ങൾക്ക് ഹയർ ക്ലാസ്സുകളിലേക്ക് ആവശ്യമുള്ളതാണ്. ഹയർ ക്ലാസ്സുകളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ടഫ് ആവുന്നതെന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം ഈ ബേസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ തന്നെ പഠിക്കുന്ന കുട്ടികളെ ക്ലിയർ ആക്കുക, കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കുക. അത് നമുക്ക് റിയൽ ലൈഫ് സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. അങ്ങനെ ഒരു സ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു രീതിയിൽ മുന്നോട്ട് എല്ലാവരും പഠിച്ചു പോകുക കേട്ടോ. വെക്കേഷൻസ് ഒക്കെ മാക്സിമം നിങ്ങൾ എന്താണ് എൻജോയ് ചെയ്യുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ എന്താണ് ഈ പഠനത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള സ്കിൽസുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയൊക്കെ ഒന്ന് ചെലവാക്കുക കേട്ടോ.